നമുക്ക് നേരെ വീണ്ടും പുതിയ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ രാത്രി 12 മണിയോടടുത്ത നേരം വിജനമായ റോഡിലൂടെ കാർ ഓടിച്ചു വരികയാണ് അരവിന്ദ്. പെട്ടെന്ന് റോഡിൽ ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നു. അവൻ വണ്ടി നിർത്തി ഇറങ്ങി മറിഞ്ഞു കിടക്കുന്ന ബൈക്കിന് അരികിൽ ചെന്നു. പെട്ടെന്ന് തലയിൽ ശക്തമായ അടിയേറ്റു. അവൻ ബോധരഹിതനായി. പിറ്റേന്ന് പുലർച്ചെ പോലീസ് വാഹനങ്ങളും മാധ്യമപ്രവർത്തകരുടെയും വാഹനങ്ങൾ റബ്ബർ തോട്ടത്തിലേക്ക് ചീറിപ്പാഞ്ഞു വന്നു. അവിടെയാകെ ജനങ്ങളുടെ തിക്കും തിരക്കും. അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസുകാർ. അവിടേക്ക് CI ജേക്കബ് പുന്നൂസ് വന്നു. CIയെ കണ്ടതും SI രാജീവൻ ഓടിവന്ന് സല്യൂട്ട് ചെയ്തു. എന്തായി രാജീവ? CI ചോദിച്ചു. സാർ, നടപടികൾ നടക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടത് ആരാണെന്നറിഞ്ഞോ? ഉവ്വ് സാർ, ഭരണപക്ഷ MLA സാവിത്രി മേഡത്തിൻ്റെ മകൻ അരവിന്ദാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാവുമല്ലോടോ? അതെ സാർ. എങ്ങനെയാണ് സംഭവം നടന്നത്? സാർ, അത് വളരെ ക്രൂരമായ രീതിയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സിനിമകളിൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാട്ട്? CI സംശയത്തോട് ചോദിച്ചു. സാർ, വന്നാലും? CI ജേക്കബ് പുന്നൂസ് SI രാജീവനെയും കുട്ടി സംഭവ സ്ഥലത്തേക്ക് നടന്നു. ഇടിഞ്ഞു പൊളിഞ്ഞൊരു പഴയ വീട്, സമീപത്ത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന കെട്ടിടം. വീടിനുള്ളിലേക്ക് CIയും SIയും കയറി. അവിടെ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നു. സ്പോട്ടിലേക്ക് നോക്കിയ CI ഞെട്ടിപ്പോയി. അത്രയ്ക്കും ഭയാനകമായ രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു തൂണിൽ കുരിശുരൂപത്തിൽ മറ്റൊരു തടി കൊണ്ട് കെട്ടി അതിൽ കൈകൾ രണ്ടും പിടിച്ചു കെട്ടിയിരിക്കുന്നു. അതും നഗ്നനായി. ജേക്കബ് പുന്നൂസ് അരികിലേക്ക് ചെന്ന് സൂക്ഷ്മമായി നോക്കി. ലിംഗം ഛേദിച്ചിരിക്കുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു. ശരീരം മുഴുവനും മൂർച്ചയുള്ള ആയുധം വെച്ച് വരഞ്ഞിരിക്കുന്നു. ആ മുറിവുകളിൽ മുളകുപൊടിയും ഉപ്പും ചേർത്ത് മിശ്രിതം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. വായും മൂക്കും സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. CI ജേക്കബ് പുന്നൂസ് ചുറ്റും നോക്കി. അവിടെ ഒരു സൈഡിൽ ഒരു പഴയ മേശ. അതിനു മുകളിൽ കൊല്ലപ്പെട്ട അരവിന്ദന്റെ വസ്ത്രങ്ങളും വാച്ച്, മോതിരം, മാല, കീചെയിൻ, 2 മൊബൈൽ ഫോൺ എന്നിവ ഇരിക്കുന്നു. അതിൻ്റെ സമീപത്തായി ഉപ്പ് മുളകുപൊടി മിശ്രിതം കുഴച്ചതിൻ്റെ ബാക്കി ഒരു പാത്രത്തിലിരിക്കുന്നു. സമീപത്തായി ഒരു സൂപ്പർ ഗ്ലൂവിൻ്റെ കാലി പാക്കറ്റും. CI പുറത്തേക്കിറങ്ങി. ഒപ്പം SIയും. ആരാണ് രാജീവ ആദ്യം ബോഡി കണ്ടത്? സാർ, അതിവിടെ റബ്ബർ വെട്ടാൻ വരുന്ന ഒരു പയ്യനാണ്. അവനെവിടെ? ഇവിടെയുണ്ട് സാർ, വിളിക്കാം. SI രാജീവൻ അടുത്തുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു. ആ പയ്യനെ കൊണ്ടുവാ. കോൺസ്റ്റബിൾ പോയി ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടാ, SI അവനോട് ആജ്ഞാപിച്ചു. രാജീവ, വേണ്ട. എന്താ നിന്റെ പേര്? CI അവനോട് ചോദിച്ചു. മണി എപ്പോഴാണ് സംഭവം കണ്ടത്? വെളുപ്പിന് റബ്ബർ വെട്ടാൻ വന്നപ്പോൾ പതിവില്ലാതെ ഒരു കാറ് കിടക്കുന്നത് കണ്ടു. ഞാൻ കാറിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിലാരുമില്ല. പിന്നെ ഞാൻ നേരെ റബ്ബർ പാൽ എടുക്കുന്ന ബക്കറ്റ് എടുക്കാൻ ഷെഡിലേക്ക് പോയി. അപ്പോൾ വീടിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ അവൻ ഭയത്തോടെ പറഞ്ഞു നിർത്തി. മണി, പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ സ്റ്റേഷനിൽ വരണം. പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, പോയിക്കോ. CI സൗമ്യനായി അവനോട് പറഞ്ഞു. രാജീവ, എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. യെസ് സാർ. പെട്ടെന്ന് ജേക്കബ് പുന്നൂസിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ SP കോളിംഗ്. ഉടൻ ഫോൺ അറ്റൻഡ് ചെയ്തു. സാർ, ശരി സാർ. ഇല്ല, ഉടനെ കഴിയും. ഓക്കെ സാർ. അപ്പോഴേക്കും ASI അശോകൻ അവിടെ വന്നു. സാർ, ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. അതിലൊരു ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. അശോക, ആ ഫോണ് ബാറ്ററി ചാർജ് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കണം. എന്നെ എല്ലാം വേഗത്തിലാക്കണം. അശോകൻ ചെല്ല്. രാജീവ, SP സാറാണ് വിളിച്ചത്. ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. താൻ കൂടി വാ. അവർ വണ്ടിയിൽ കയറി SP ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. രാജീവ, താൻ രാവിലെ ഇറങ്ങിയതല്ലേ, ഒന്നും കഴിച്ചില്ലല്ലോ. ഇപ്പോൾ സമയം ഒരുപാടായില്ലേ? നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എന്താ? ശരി സാർ. രണ്ടുപേരും ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ച് പുറത്തിറങ്ങി വണ്ടിയിൽ കയറിയപ്പോഴേക്കും ജേക്കബ് പുന്നൂസിൻ്റെ ഫോണിലേക്ക് ASI അശോകൻ്റെ വിളി വന്നു. പറയൂ അശോക. മറുതലക്കിൽ നിന്നും അശോകൻ പറഞ്ഞു. സാർ, ഫോൺ ഓണാക്കി നോക്കി. പക്ഷേ അതിൽ സിം കാർഡില്ല. മാത്രമല്ല, അരവിന്ദൻ്റെ ഫോണല്ല. ഇതൊരു ചൈനീസ് ഫോണാണ്. ഇതിൽ ആ കൊലപാതകത്തിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ എവിടെയാണ്? അശോക, ഞങ്ങളിപ്പോൾ പാരഡൈസ് ഹോട്ടലിൻ്റെ മുമ്പിലുണ്ട്. താൻ ഇങ്ങോട്ട് വരൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അശോകൻ അവിടെ എത്തി. ഫോൺ CIക്ക് കൈമാറി. SP ഓഫീസ്. ശീതീകരിച്ച മുറിയിൽ SP മാർട്ടിൻ ലോപ്പസ് ചെയറിലിരുന്നു. ഏതോ ഫയൽ പരിശോധിക്കുന്നു. മേ ഐ കമ്മിങ് സാർ? യെസ്, കമ്മിങ്. രണ്ടുപേരും SPക്ക് സല്യൂട്ട് നൽകി. SP തിരിച്ച് വിഷ് ചെയ്തുകൊണ്ട് ചോദിച്ചു. എന്തായി? വാ, ഇരിക്കേ. രാജീവ, താനും ഉണ്ടായിരുന്നോ? രണ്ടുപേരും ഇരുന്നു. എന്നിട്ട് ജേക്കബ് പുന്നൂസ് പറഞ്ഞു. സാർ, അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? നോ സാർ, ബോട്ടിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. പിന്നെ ഈ ഫോൺ അവിടെ നിന്നും കിട്ടിയതാണ്. ഇതിൽ കൊലപാതകത്തിൻ്റെ വീഡിയോ ഉണ്ട്. ജേക്കബ് പറഞ്ഞു. താൻ കണ്ടോ
ഇല്ല സാർ, ഫോൺ ഓഫായിരുന്നു. ASI അശോകൻ ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ തന്നെ എന്നെ ഏൽപ്പിച്ചു. SP മാർട്ടിൻ ഫോൺ വാങ്ങി തൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോയിൽ ആദ്യം ഫോൺ എല്ലാ വിഷ്വൽസും കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുന്നതായി മനസ്സിലാവും. 3 പേരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. വിഷ്വൽസ് തെളിഞ്ഞു തുടങ്ങി. കിട്ടിയിരിക്കുന്ന അരവിന്ദ്, അവൻ്റെ അരികിലേക്ക് നടക്കുന്ന കറുത്ത വേഷമണിഞ്ഞ ഒരാൾ. ആ മനുഷ്യൻ ക്യാമറയിലേക്ക് നോക്കുന്നു. മുഖം മറച്ചിരിക്കുന്നു. കണ്ണുകൾ മാത്രം കാണാം. ആ കണ്ണുകളിൽ തീഷ്ണത ജ്വലിക്കുന്നു. ആ മനുഷ്യൻ ക്യാമറയ്ക്ക് നേരെ നടന്നു വന്നു. കാറിലുണ്ടായിരുന്ന സഞ്ചി മേശപ്പുറത്ത് വെച്ചു. അതിൽ നിന്നും ഒരു കവർ മുളകുപൊടിയും ഒരു കവർ ഉപ്പും ഒരു കുപ്പി വെള്ളവും പിന്നെ ഒരു സൂപ്പർ ഗ്ലൂ പാക്കറ്റും വെച്ചു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മുളകുപൊടിയും ഉപ്പും കവർ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കി മാറ്റിവെച്ചു. എന്നിട്ട് സഞ്ചിയിൽ നിന്നും മറ്റൊരു കവർ പുറത്തെടുത്തു. അതിൽ നിന്നും ഒരു കത്രികയും ഒരു കവർ ബ്ലേഡും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കത്രികയും ബാക്കി വെള്ളവുമായി അരവിന്ദൻ്റെ സമീപത്തേക്ക് പോയി. കത്രിക ഉപയോഗിച്ച് അരവിന്ദൻ്റെ വസ്ത്രങ്ങളുമെല്ലാം മുറിച്ചു മാറ്റി. എന്നിട്ട് ബോധരഹിതനായ അരവിന്ദൻ്റെ മുഖത്തേക്ക് വെള്ളം ശക്തിയായി ഒഴിച്ചു. ബോധം തിരിച്ചു കിട്ടിയ അരവിന്ദ് പകച്ചു ചുറ്റും നോക്കി. മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കി ചോദിച്ചു, ആരാണ് നീ? എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? മറുപടിയായി ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ഓർമ്മയുണ്ടോ നിനക്ക്? നീയും നിന്റെ മറ്റു കൂട്ടുകാരും ചേർന്ന് ഒരു പാവം പെണ്ണിനെ പിച്ചി ചീന്തിയത്? ഈ മുഖം ഓർമ്മയുണ്ടോ? മുഖം മറച്ചിരിക്കുന്ന കറുത്ത തുണി ഒരു വശത്ത് നിന്ന് അഴിച്ചു മാറ്റി. പക്ഷേ ആ മുഖം മാത്രം ക്യാമറയിൽ പതിഞ്ഞില്ല. ആ മുഖം കണ്ട അരവിന്ദൻ്റെ മുഖത്തൊരു ഞെട്ടൽ ദൃശ്യമായി. തുടർന്ന് ആ മനുഷ്യൻ തിരികെ മേശയ്ക്കരികിലേക്ക് നടന്നു വന്നു. സൂപ്പർ ഗ്ലൂവും ബ്ലേഡും എടുത്ത് അവൻ്റെ അരികിലേക്ക് നടന്നു. സൂപ്പർ ഗ്ലൂ പൊട്ടിച്ചു. അരവിന്ദൻ്റെ മുഖം ബലമായി പിടിച്ചു വെച്ചു. എന്നിട്ട് സൂപ്പർ ഗ്ലൂ അവൻ്റെ ചുണ്ടുകളിൽ പുരട്ടി ബലമായി ചുണ്ടുകൾ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ അരവിന്ദൻ്റെ മൂക്കിൽ കൂടിയുള്ള മൂളലും മുരൾച്ചയും മാത്രം. തുടർന്ന് ആ മനുഷ്യൻ്റെ കയ്യിലിരുന്ന കത്രിക എടുത്ത് അവൻ്റെ ലിംഗം മുറിച്ചു മാറ്റി. അവിടെ നിന്നും രക്തം ചീറ്റിയൊഴുകി. എന്നിട്ട് അയാൾ മേശയ്ക്കരികിൽ വന്ന് മുളകുപൊടി മിശ്രിതം എടുത്ത് അവൻ്റെ അരികിലേക്ക് പോയി. ആ മിശ്രിതം ഒരു ബ്രഷ് ഉപയോഗിച്ച് ആ മുറിവിലേക്ക് പുരട്ടി. വേദനയും നീറ്റലും സഹിക്കാനാവാതെ അരവിന്ദ് നിന്ന് പൊളഞ്ഞു. ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലുമാകാതെ പിന്നെ അയാൾ കയ്യിലിരുന്ന ബ്ലേഡ് കൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും വരഞ്ഞു. എന്നിട്ട് അതിലേക്കും മുളക് മിശ്രിതം പൂശി. അരവിന്ദൻ്റെ ഞെരുക്കവും വേദനയും കാണാനാവാതെ SP മാർട്ടിനും CI ജേക്കബ് പുന്നൂസും SI രാജീവനും മുഖം തിരിച്ചു. അടുത്ത കാഴ്ച അതിലും ക്രൂരമായിരുന്നു. കത്രിക ഉപയോഗിച്ച് കണ്ണുകൾ ഓരോന്നായി ചൂഴ്ന്നെടുത്തു. ഒടുവിൽ മൂക്കിൽ സൂപ്പർ ഗ്ലൂ പുരട്ടി ചേർത്തൊട്ടിച്ചു. അപ്പോൾ ശ്വാസം കിട്ടാതെ അരവിന്ദ് നിന്ന് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച മൂവരെയും അമ്പരപ്പിച്ചു. അതോടെ വീഡിയോ തീർന്നു. അല്പനേരം മൂവരും ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു. എന്തു തോന്നുന്നു മിസ്റ്റർ ജേക്കബ്? സാർ, ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും റിലീഫായിട്ടില്ല. ഇയാളൊരു സൈക്കോ എന്ന് പറയാൻ പറ്റില്ല. അതിനു മുകളിലാണ് കൊലയാളി. പിന്നെ ഇതൊരു റിവെഞ്ച് കൂടിയാണെന്ന് തോന്നുന്നു സാർ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് തിരക്കിയോ? മാർട്ടിൻ തലയാട്ടിക്കൊണ്ട് ചോദിച്ചു. സാർ, ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. പിന്നെ രാജീവൻ ഈ നാട്ടുകാരനായതുകൊണ്ട് രാജീവനെ അറിയാമായിരിക്കും. അതുകൊണ്ടാണ് രാജീവനെയും കൂടെ കൂട്ടിയത്. പറയൂ രാജീവ, തനിക്കറിയാമോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്? മുഴുവനായി അറിയില്ല സാർ. 2 വർഷത്തോളമായി അരവിന്ദ് ചില ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമായി നടക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് മദ്യപിച്ച അടിപിടിയും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നിവർ 3 പേരാണ് എല്ലാ കേസിലും ഉണ്ടായിരുന്നത്. ഒരു സഞ്ജു, ജിത്തു, പിന്നെ അരവിന്ദ്. ഇവർക്ക് 3 പേർക്കും പണമുള്ളതിൻ്റെ അഹങ്കാരമായിരുന്നു. സഞ്ജുവും ജിത്തുവും ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. സഞ്ജുവിൻ്റെയും ജിത്തുവിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? സാർ, സഞ്ജുവിൻ്റെ അച്ഛൻ ഒരു പ്ലാന്ററാണ്. അവരുടെ തോട്ടത്തിലാണ് കൊല നടന്നത്. പിന്നെ ജിത്തുവിൻ്റെ അച്ഛൻ ഒരു കോൺട്രാക്ടറാണ്. 2 പേരും ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ള ആൾക്കാർ. ഓക്കെ ഓഫീസേഴ്സ്, എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്തണം. അറിയാമല്ലോ, കൊല്ലപ്പെട്ടത് ഒരു ഭരണപക്ഷ MLAയുടെ മകനാണ്. ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് കണ്ടെത്താം. CI ജേക്കബ് പുന്നൂസും SI രാജീവനും SP-യുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി. പിറ്റേന്ന് SP ഓഫീസ്. അകത്ത് SP-ക്ക് പുറമെ CI ജേക്കബ് പുന്നൂസ്, SI രാജീവൻ, ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഇബ്രാഹിം എന്നിവർ. സാർ, സ്പോട്ടിൽ നിന്നും എവിഡൻസ് എന്ന് പറയാൻ ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഫോണിൽ നിന്നും ലഭിച്ച ഒരു ഫിംഗർ പ്രിൻ്റ്, അത് കൊല്ലപ്പെട്ട അരവിന്ദൻ്റേതാണ്. മറ്റേ ഫോണിൽ നിന്നും, അതായത് ഇവിടെ ഏൽപ്പിച്ച ഫോണിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. അതൊരു പക്ഷേ കൊലയാളി ഗ്ലൗസ് ഉപയോഗിച്ചതുകൊണ്ടാവും. പിന്നെ മരണകാരണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇബ്രാഹിം പറഞ്ഞു നിർത്തി. ഇതൊരു വെൽ പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ്. അതിൻ്റെ മോട്ടീവ് ഒരു റിവഞ്ചും. പിന്നെ മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. മിസ്റ്റർ ജേക്കബ്, കേസ് എന്നോട് നേരിട്ട് അന്വേഷിക്കണമെന്നാണ് കമ്മീഷണർ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ 2 പേരും എൻ്റെ ഒപ്പം ഉണ്ടാവണം.
SP CIയെയും SIയെയും നോക്കി പറഞ്ഞു. ഷുവർ സാർ, നമ്മളൊപ്പമുണ്ടാവും, ജേക്കബ് പുന്നൂസ് പറഞ്ഞു. ഓക്കെ ഡോക്ടർ, സി യു അഗെയിൻ. മൂവരും പോകാനായി എഴുന്നേറ്റപ്പോൾ SP പറഞ്ഞു, ഡോക്ടർ പോയിക്കോളൂ, നിങ്ങളിരിക്കെ. ജേക്കബും രാജീവനും ഇരുന്നു. ഡോക്ടർ ഇബ്രാഹിം പുറത്തേക്ക് പോയി. രാജീവ, അരവിന്ദൻ്റെ 2 സുഹൃത്തുക്കളെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, ഇന്ന് തന്നെ കാണണം, ഓക്കെ? പിന്നെ മിസ്റ്റർ ജേക്കബ്, കൊലയ്ക്ക് പിന്നിലെ റിവെഞ്ചിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണം. ഓക്കെ, പോയിക്കോളൂ. രണ്ടുപേരും പുറത്തേക്ക് പോയി. വൈകിട്ട് 6 മണിയോടുകൂടി SI രാജീവൻ സഞ്ജുവിനെയും ജിത്തുവിനെയും കൂട്ടി SP ഓഫീസിലെത്തി. SP മാർട്ടിൻ സഞ്ജുവിനോടും ജിത്തുവിനോടുമായി ചോദിച്ചു, നിങ്ങൾ അരവിന്ദനുമായി പിണങ്ങാനുള്ള കാരണം എന്താണ്? അതിനു മറുപടി ജിത്തുവാണ് പറഞ്ഞത്, സാർ, നമ്മൾ പിണങ്ങിയിട്ടില്ല. അവൻ്റെ അമ്മ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത്, ഇനിയും ഇതുപോലെ ജീവിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. അമ്മ ഒരു MLAയോ മന്ത്രിയോ ആയാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണെന്ന്. ഓക്കെ, നിങ്ങൾ ഏത് പെൺകുട്ടിയാണ് മൃഗീയമായി പീഡിപ്പിച്ചത്? മാർട്ടിൻ ചോദിച്ചു. ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, മറുപടിയായി സഞ്ജു പറഞ്ഞു. ഓക്കെ, കൊലയാളിയുടെ അടുത്ത ഇരകൾ നിങ്ങളാണ്. നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതല പോലീസിനാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസിന് നിങ്ങളെ രക്ഷിക്കാനാവും. അതുകൊണ്ട് പറയൂ, എന്താണ് സംഭവം? SP ചോദിച്ചു. ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ, സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ, നിങ്ങളിപ്പോൾ പോയിക്കോ. രണ്ടുപേരും പുറത്തേക്ക് പോയപ്പോൾ SP രാജീവനോട് പറഞ്ഞു, രാജീവ, ഇവരുടെ മേലൊരു കണ്ണ് വേണം. അതിന് തനിക്ക് വിശ്വാസമുള്ള ആരെയെങ്കിലും ഏർപ്പാടാക്കണം, ഓക്കെ? യെസ് സാർ. രാജീവൻ SPക്ക് സല്യൂട്ട് നൽകി പുറത്തേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. അന്വേഷണം എങ്ങും എത്താതെ വഴിമുട്ടി നിന്നു. ഞായറാഴ്ച രാവിലെ SP മാർട്ടിൻ ലോപ്പസിൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. മറുതലക്കിൽ രാജീവനായിരുന്നു. പറയൂ രാജീവ. വാട്ട്? എവിടെ? ഞാനിതാ വരുന്നു. പിന്നെ ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും സ്പോട്ടിലേക്ക് വിടരുത്, ഓക്കെ? SP ധൃതിയിൽ വേഷം മാറി തൻ്റെ വണ്ടിയിൽ പുറത്തേക്ക് പോയി. സംഭവസ്ഥലത്തെത്തുമ്പോൾ അവിടെ വൻ ജനാവലി. അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസുകാർ. മാർട്ടിൻ കാറിൽ നിന്നും ഇറങ്ങിയതും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതെല്ലാം അവഗണിച്ചുകൊണ്ട് മാർട്ടിൻ സ്പോട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? മാർട്ടിൻ ജേക്കബിനോടായി ചോദിച്ചു. സാർ, ജിത്തുവാണ്. മറുപടി പറഞ്ഞത് രാജീവനായിരുന്നു. എങ്ങനെ തിരിച്ചറിഞ്ഞു? സാർ, അവൻ്റെ പേഴ്സും ഫോണുമുണ്ട്, പിന്നെ പേഴ്സിൽ ലൈസൻസുമുണ്ട്, അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്, ജേക്കബ് പുന്നൂസ് പറഞ്ഞു. പെട്ടെന്ന് ASI അശോകൻ അവിടേക്ക് വന്നു. സാർ, ഈ ഫോൺ ജിത്തുവിൻ്റേതല്ല. ഇതിൽ മുമ്പത്തെ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അശോകൻ ആ ഫോൺ SPക്ക് കൈമാറി. ഇതിൽ നിന്നും ഫിംഗർ പ്രിൻ്റ് എടുത്തോ? ഓ സാർ. ഓക്കെ. എത്രയും പെട്ടെന്ന് ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്ക്. പിന്നെ മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ ഒന്നും പറയരുത്, ഓക്കെ? മാർട്ടിൻ പറഞ്ഞു നിർത്തി. ജേക്കബിനെയും രാജീവിനെയും കൂട്ടി പുറത്തേക്ക് പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വാ. മാർട്ടിൻ കാറിൽ കയറി തിരിച്ചുപോയി. SP ഓഫീസിൽ ക്യാബിനിൽ മാർട്ടിനും ജേക്കബും രാജീവനും മുന്നിലിരിക്കുന്ന മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുകയാണ്. മോണിറ്ററിൽ ദൃശ്യം തെളിഞ്ഞു. കൈകൾ രണ്ടും വിടർത്തി ഇരുവശത്തേക്കും കെട്ടിയിരിക്കുന്നു. വായിൽ തുണി തിരികെ വച്ചിരിക്കുന്നു. നഗ്ന ശരീരം. അവിടേക്കൊരാൾ നടന്നെടുക്കുന്നു. അയാൾ മേശയ്ക്കരികിലേക്ക് നടന്ന് കയ്യിലുണ്ടായിരുന്ന വലിയ സഞ്ചി താഴെ വെച്ചു. അയാൾ സഞ്ചിയിൽ നിന്നും ഒരു മണ്ണെണ്ണ സ്റ്റൗ, ഒരു ക്യാൻ എണ്ണ, ഒരു കവർ മുളകുപൊടി, ഒരു കവർ ഉപ്പ്, ഒരു കത്തി, ഒരു പ്ലെയർ, ഒരു തീപ്പെട്ടി എന്നിവ ക്യാമറയിൽ കാണിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചു. അത് കണ്ട SPയും കൂട്ടരും മമ്പരന്ന് പോയി. പിന്നെ അയാൾ പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു വലിയ പാത്രമുണ്ടായിരുന്നു. ആദ്യം അയാൾ സ്റ്റൗ കത്തിച്ചു. എന്നിട്ട് ആ വലിയ പാത്രം സ്റ്റൗവിന് മുകളിലേക്ക് വെച്ചു. അതിൽ നിറയെ എണ്ണയൊഴിച്ചു. എന്നിട്ട് പ്ലെയറുമായി ജിത്തുവിൻ്റെ അരികിലേക്ക് നടന്നു. ജിത്തുവിൻ്റെ അടുത്തെത്തിയ അയാൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു, നീ ഈ പല്ലുകൾ കൊണ്ടല്ലേ അവളുടെ മാറിടങ്ങൾ കടിച്ചു പറിച്ചത്? ഇനി നിനക്ക് ഈ പല്ലുകൾ വേണ്ട. തുടർന്ന് അയാൾ അവൻ്റെ പല്ലുകൾ ഓരോന്നായി പിഴുതെടുക്കാൻ തുടങ്ങി. പിന്നെ കൈകാലുകളിലെ നഖങ്ങൾ. പിന്നെ അയാൾ തിരിച്ച് മേശക്കരികിലേക്ക് വന്നു. എന്നിട്ട് താഴെയിരുന്ന സഞ്ചിയിൽ നിന്നും ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ പാത്രവും എടുത്തു. ആ പാത്രത്തിലേക്ക് മുളകുപൊടിയും ഉപ്പുവെള്ളവും ചേർത്ത് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കി. പിന്നെ അതുമായി ജിത്തുവിൻ്റെ അരികിൽ ചെന്ന് പല്ലും നഖവും പറിച്ചെടുത്ത മുറിവിലേക്ക് ആ മിശ്രിതം പുരട്ടി. വേദനയും നീറ്റലും സഹിക്കാനാവാതെ അവൻ നിന്ന് പുളഞ്ഞു. വായിൽ തുണി തിരുകിയത് കാരണം അവനൊന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ അയാൾ അവൻ്റെ കൈകൾ അഴിച്ച് നിലത്ത് നിന്നും ഏകദേശം ഒരടി ഉയരത്തിൽ നിർത്തി കൈകൾ പിന്നിലേക്കാക്കി കെട്ടി ഉയർത്തി. മറ്റു കയറെടുത്ത് കാലുകളും അതേ രീതിയിൽ കെട്ടി. ഇപ്പോൾ തറയിൽ നിന്നും ഒരടി ഉയരത്തിൽ ഊഞ്ഞാൽ പോലെ അവൻ കിടന്നാടി. തുടർന്ന് അയാൾ തിളച്ച എണ്ണ സ്റ്റൗവിൽ നിന്നും ഇറക്കി നിലത്ത് വെച്ചു. എന്നിട്ട് ആ സ്റ്റൗ എടുത്ത് അവൻ്റെ അടിവയറിന് കീഴിൽ കൊണ്ടുവച്ചു. തീയുടെ ചൂട് കാരണം അവൻ കിടന്ന് പുളയാൻ തുടങ്ങി. അതിനുശേഷം അയാൾ തിളച്ച എണ്ണ എടുത്ത് അവൻ്റെ അരികിൽ കൊണ്ടുവച്ചു.
എന്നിട്ട് തിരികെ വന്ന് സഞ്ചിയിൽ നിന്നും ഒരു വലിയ സ്പൂൺ എടുത്തു കൊണ്ടുവന്ന് തിളച്ച എണ്ണ കോരി അവൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു. തിളച്ച എണ്ണ ശരീരത്തിൽ വീണപ്പോൾ അവൻ കിടന്ന് ഞെളിവിരി കൊണ്ട് അമറി. എണ്ണ വീണ ഭാഗത്തെ തൊലി ഉമളിച്ചു വന്നു. അയാൾ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അല്പനേരം കഴിഞ്ഞ് അയാൾ കത്തി ഉപയോഗിച്ച് പൊള്ളി നിന്ന കുമിളികൾ ഓരോന്നായി കുത്തിപ്പൊട്ടിച്ചു. പിന്നെ മുളകുപൊടി മിശ്രിതം അവൻ്റെ ശരീരത്തിലേക്ക് അല്പാൽപമായി ഒഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ബാക്കി എണ്ണ കൂടി അവൻ്റെ തലയിലും മുഖത്തും ഒഴിച്ചു. ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലുമാകാതെ അവൻ കിടന്ന് പിടച്ചു. അവൻ്റെ വേദന അയാൾ മാറി നിന്ന് ആസ്വദിച്ചു. ഒടുവിൽ ആ ശരീരം നിശ്ചലമാകുന്നതുവരെ അയാൾ കാത്തിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് അവൻ്റെ കഴുത്തറുത്തു. അതോടെ വീഡിയോ തീർന്നു. മൂവരും അസ്വസ്ഥതയോടെ തലയിൽ കയ്യും കൊടുത്തിരുന്നു. നിശബ്ദതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് CI ജേക്കബ് പുന്നൂസ് പറഞ്ഞു, സാർ, ഇതുപോലൊരു കേസ് എൻ്റെ സർക്കിൾ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കൊലയാളി പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നതായിരുന്നു. റിയലി? യെസ് സാർ. സാർ ഉദ്ദേശിച്ചത് പ്രിയ വധക്കേസാണോ? രാജീവൻ ജേക്കബിനോട് ചോദിച്ചു. അതെ, അന്ന് ഞാൻ ചേലക്കര സ്റ്റേഷനിലായിരുന്നു സാർ. അതാണെങ്കിൽ എനിക്കറിയാവുന്നതാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു സച്ചിദാനന്ദൻ. രാജീവൻ പറഞ്ഞു. അതേ രാജീവ, അത് തന്നെ. ആട്ടെ, തനിക്കെങ്ങനെ അവരെ അറിയാം? ജേക്കബ് ചോദിച്ചു. സാർ, എൻ്റെ നാട് അതാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്. ഇപ്പോൾ അവിടെ അമ്മയും സഹോദരിയുമാണുള്ളത്. എങ്കിലും വല്ലപ്പോഴും ഞാനവിടെ പോകാറുണ്ട്, രാജീവൻ പറഞ്ഞു. പറയൂ രാജീവ, എങ്ങനെയാണ് സംഭവം നടന്നത്? SP ചോദിച്ചു. സാർ, അത് ഒരു 5 വർഷം മുമ്പാണ് നടന്നത്. അവർ അവിടെ വരുമ്പോൾ അച്ഛനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യമൊന്നും ആരോടും അത്ര സഹകരണമില്ലായിരുന്നു. പിന്നെ അമ്മയോടും സഹോദരിയോടും ഈ കുട്ടി പെട്ടെന്നെടുത്തു. പിന്നീടാണ് അറിഞ്ഞത് ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയെന്ന്. അവർ അവിടെ വരുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം 10 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി കൊല്ലപ്പെടുമ്പോൾ MBBS സ്റ്റുഡൻ്റായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും അവിടെയുണ്ടോ? SP രാജീവനോട് ചോദിച്ചു. ഇല്ല സാർ, ആ സംഭവത്തിന് ശേഷം അയാൾ മാനസികമായി ആകെ തകർന്നിരുന്നു. പിന്നെ കുറച്ചുനാൾ ഏതൊരു മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ആ നാട്ടിൽ ആരും അയാളെ കണ്ടിട്ടില്ല. പറയൂ മിസ്റ്റർ ജേക്കബ്, ആ കേസിൻ്റെ അന്വേഷണം പിന്നെ എന്തായി? പ്രതികളെ പിടികൂടിയോ? ഇല്ല സാർ, അന്വേഷണം എങ്ങും എത്തിയില്ല. ദൃക്സാക്ഷിയായ അച്ഛൻ മാനസിക രോഗിയായി. പിന്നെ മറ്റു എവിഡൻസ് ഒന്നുമില്ലായിരുന്നു. മാത്രവുമല്ല, ഈ കേസിൻ്റെ പിന്നാലെ ഇറങ്ങാൻ ആരുമില്ലായിരുന്നു, ബന്ധുക്കളോ ആക്ഷൻ കൗൺസിലോ ഒന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാജീവിൻ്റെ നാട് വരെ ഒന്ന് പോകണം. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം, SP പറഞ്ഞു. പോകാം സാർ. പിറ്റേന്ന് ആ മൂവർ സംഘം ചേലക്കരയ്ക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒരു അറിവും ലഭിച്ചില്ല. സച്ചിദാനന്ദൻ്റെ വീട്ടിലേക്ക് അവർ പോയി. അവിടെ കണ്ട കാഴ്ച, തടികൾ കൊണ്ട് നിർമ്മിച്ച ആ വീട് പകുതി മുക്കാലും ചിതലരിച്ച് നശിച്ചിരിക്കുന്നു. അവർ അതിനുള്ളിൽ കയറി, പക്ഷെ ഒന്നും ലഭിച്ചില്ല. പിന്നെ അവർ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്നും പ്രിയ വധക്കേസിലെ ഫയലിൽ നിന്നും ആ കുട്ടിയുടെ ഫോട്ടോ വാങ്ങി അവർ തിരികെ പുറപ്പെട്ടു. തിരികെ വരുമ്പോൾ SP മാർട്ടിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലയ്ക്കിൽ നിന്നും ശാന്തമായ സ്വരത്തിൽ, ഗുഡ് ഈവനിങ് മിസ്റ്റർ SP. ഹലോ, ആരാണ്? മനസ്സിലായില്ല. ഞാൻ കൽക്കി. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പിന്നാലെ വരരുത്. ഹലോ മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് പറയൂ, SP അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൽക്കി. വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ സൈക്കോ കില്ലർ. വാട്ട്? SP അമ്പരപ്പോട് ചോദിച്ചു. എന്നിട്ട് വണ്ടി നിർത്താൻ രാജീവനോട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഫോൺ സ്പീക്കർ മോഡിലിട്ടു. സച്ചിദാനന്ദൻ? SP ചോദിച്ചു. സച്ചിദാനന്ദൻ അല്ല കൽക്കി. സച്ചിദാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു. ഇത് സച്ചിയുടെ പുനരവതാരം. എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് വരും. അതുവരെ എൻ്റെ പിന്നാലെ വരരുത്. ഇത്രയും പറഞ്ഞ് കോള് കട്ടായി. മൂവരും പരസ്പരം നോക്കി. പെട്ടെന്ന് SP ചോദിച്ചു, സംഭവങ്ങൾ നടന്ന പ്രോപ്പർട്ടി ആരുടേതാണെന്നാണ് പറഞ്ഞത്? സാർ, അത് പ്ലാന്റർ തോമസ് ചാക്കോയുടേതാണ്. അതായത് മൂന്നാമൻ സഞ്ജുവിൻ്റെ ഫാദർ, രാജീവൻ പറഞ്ഞു. 2 കൊലപാതകവും ഒരേ സ്പോട്ടിൽ വെച്ച് നടന്ന സ്ഥിതിക്ക് മൂന്നാമത്തേതും അവിടെ വെച്ചാകും നടക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട്. ഇനി ഇവരാകുമോ ആ കുട്ടിയെ കൊന്നത്? മൂന്നാമത്തെ കൊലപാതകം നമ്മൾ അനുവദിച്ചുകൂടാ. ഓരോ കൊലപാതകവും നടന്നിരിക്കുന്നത് ഒരാഴ്ച വ്യത്യാസത്തിലാണ്. അപ്പോൾ അടുത്ത ഈ ആഴ്ചയിൽ SP പറഞ്ഞു നിർത്തി. സാർ, അപ്പോൾ സഞ്ജു കൊല്ലപ്പെടുമെന്നാണോ പറഞ്ഞു വരുന്നത്? ജേക്കബ് പുന്നൂസ് ചോദിച്ചു. അതെ, പക്ഷേ കൊല്ലപ്പെടുവാൻ നമ്മൾ അനുവദിക്കില്ല. നാളെ തന്നെ അവിടെ നിരീക്ഷണത്തിന് ആളെ ഏർപ്പാടാക്കണം. പിന്നെ സഞ്ജുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. ഓക്കെ സാർ. പക്ഷേ സഞ്ജുവിനെ എങ്ങനെ കസ്റ്റഡിയിലെടുക്കും? ജേക്കബ് പുന്നൂസ് ചോദിച്ചു. എടോ, അവൻ്റെ പേരിൽ കേസുകളില്ലേ? അതിലേതെങ്കിലും ഒരു കേസിൻ്റെ പേരിൽ അവനെ കസ്റ്റഡിയിലെടുക്കണം. അല്ലെങ്കിൽ പുതിയൊരു കേസുണ്ടാകണം. പിന്നെ അവൻ്റെ പാരൻസിനോട് മാത്രം പറയണം മകൻ്റെ ജീവൻ രക്ഷിക്കാനാണെന്ന്. അപ്പോൾ പിന്നെ അവർ ജാമ്യമെടുക്കാൻ തുനിയില്ലല്ലോ. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി സാർ. രാജീവ, സൈബർ വിങ്ങിലെ പ്രകാശിനെ വിളിച്ച് ഈ നമ്പർ ട്രേസ് ചെയ്യാൻ പറയൂ. ഉടനെ വേണമെന്ന് പറയണം.
ശരി സാർ. അപ്പോൾ തന്നെ രാജീവൻ പ്രകാശനെ വിളിച്ച് നമ്പർ പറഞ്ഞു കൊടുത്തു. SP ഓഫീസിലെത്തുമ്പോഴേക്കും പ്രകാശൻ്റെ കോള് വന്നു. സാർ പ്രകാശൻ. അത് പറഞ്ഞുകൊണ്ട് രാജീവൻ ഫോൺ SP കൈമാറി. പറയൂ പ്രകാശ. മറുതലക്കിൽ നിന്നും പ്രകാശൻ പറഞ്ഞു, സാർ ഇതൊരു കൊൽക്കത്ത നമ്പറാണ്. വിളിച്ചിരിക്കുന്ന ടവർ ലൊക്കേഷൻ ജേക്കബ് സാറിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ്. ഇപ്പോൾ ആ ഫോൺ ഓഫാണ്. ഓക്കെ പ്രകാശ, താങ്ക്സ്. വെൽക്കം സാർ. കോള് കട്ടായി. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എവിടെയോ കൊലയാളിയുണ്ട്. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സഞ്ജീവനെ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കണം. ഓക്കെ? യെസ് സാർ. രണ്ടുപേരും സല്യൂട്ട് നൽകി തിരിച്ചുപോയി. ഏകദേശം 1 മണിക്കൂറായപ്പോൾ SP ഫോണിലേക്ക് CI ജേക്കബ് പുന്നൂസിൻ്റെ കോള് വന്നു. സാർ, സഞ്ജു മിസ്സിംഗ് ആണ്. 3 മണിയായപ്പോൾ പുറത്തുപോയി എന്നാണ് വീട്ടിലുള്ളവർ പറഞ്ഞത്. ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. അവർ പറയുന്നത് വീട്ടിൽ നിന്നും പോയാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നതെന്നാണ്. പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. പിന്നെ വരുന്ന വഴിക്ക് ആ സ്പോട്ടിലും കയറി പരിശോധിച്ചു. പക്ഷേ അവിടെ ആരും വന്നതായിട്ടോ പോയതായിട്ടോ ഒരു ലക്ഷണവുമില്ല. അവൻ്റെ പേരൻസിനോട് ചോദിച്ചില്ലേ പുറത്തു പോകുമ്പോൾ ഇതുപോലെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കുന്ന പതിവുണ്ടോ എന്ന്? ചോദിച്ചു സാർ. അവർ പറയുന്നത് എന്തെങ്കിലും ഊടായ്പ കേസുകൾക്ക് പോകുമ്പോൾ ഇതുപോലെ സ്വിച്ച്ഡ് ഓഫ് ആകുമെന്നാണ്. അവൻ്റെ നമ്പർ പ്രകാശനെ ഏൽപ്പിച്ചിട്ട് പറയണം, ആ ഫോൺ എപ്പോഴെങ്കിലും ഒന്ന് ഓണാവുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. പിറ്റേന്ന് വെളുപ്പിന് 4 മണിയോടടുത്ത നേരം SP മാർട്ടിൻ ലോപ്പസിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഉറക്കച്ചടവോടെ മാർട്ടിൻ കോൾ അറ്റൻഡ് ചെയ്തു. മറുതലക്കിൽ നിന്നും, ഗുഡ് മോർണിംഗ് മിസ്റ്റർ SP മാർട്ടിൻ ലോപ്പസ്. ഹലോ, ആരാണ്? മാർട്ടിൻ ഉറക്കച്ചടവോടെ ചോദിച്ചു. ഞാൻ കൽക്കി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഫോണിലേക്ക് നോക്കിയ മാർട്ടിൻ അപ്പോൾ മറുതലക്കിൽ നിന്നും ശബ്ദം കേൾക്കാതെയായി. ഞെട്ടിപ്പോയോ സാർ? ഞെട്ടാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. നല്ലൊരു വിഷുക്കണി. ഇന്ന് വിഷു അല്ലെന്നറിയാം, എങ്കിലും എൻ്റെ വക ഒരു സ്പെഷ്യൽ കണി. മറ്റുള്ളവരെയും കൂട്ടി വേഗം പോയി കാണൂ ആ പഴയ സ്പോട്ടിൽ. ഇത്രയും പറഞ്ഞ് കോള് കട്ടായി. ഉടനെ മാർട്ടിൻ CI ജേക്കബ് പുന്നൂസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയി. സംഭവസ്ഥലത്തെത്തുമ്പോൾ ജനങ്ങൾ കൂടി തുടങ്ങിയിരുന്നു. SP കണ്ടതും ജേക്കബും രാജീവും ഓടിയെത്തി സല്യൂട്ട് നൽകി. ഇത്ര രാവിലെ ജനങ്ങളെങ്ങനെ അറിഞ്ഞു? മാർട്ടിൻ അവരോടായി ചോദിച്ചു. സാർ, അത് പോലീസ് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് വന്നതാവും. ഇപ്പോൾ ഇവിടേക്ക് പോലീസ് മാത്രമാണല്ലോ വരുന്നത്, രാജീവൻ മറുപടിയായി പറഞ്ഞു. എങ്ങനെയാണ് സംഭവം? പഴയതുപോലെയാണോ? അതെ സാർ, അതിലും ഭീകരമാണ്. പിന്നെ പതിവ് പോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത ഫോണുമുണ്ട്, ജേക്കബ് പുന്നൂസ് പറഞ്ഞു. നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് SP ജേക്കബിനെയും രാജീവിനെയും കൂട്ടി തൻ്റെ ഓഫീസിലേക്ക് പോയി. ഓഫീസ് റൂമിൽ മൂവരും മോണിറ്ററിന് മുമ്പിലിരുന്നു. രാജീവൻ ഫോൺ മോണിറ്ററുമായി കണക്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ SP ചെയറിൽ തല കുമ്പിട്ടിരിക്കുന്നു. എന്താ സാർ? രാജീവൻ ചോദിച്ചു. അപ്പോഴാണ് ജേക്കബും അത് ശ്രദ്ധിച്ചത്. എന്തു പറ്റി സാർ, സുഖമില്ലേ? ജേക്കബ് ചോദിച്ചു. ഒന്നുമില്ലടോ, അത് കാണാനുള്ള മനസ്സില്ലടോ. നമ്മളും മനുഷ്യരല്ലേ. ഇപ്പോൾ തന്നെ 2 കൊലപാതകം നേരിൽ കണ്ട ഫീലിംഗാണ്. ഇനി ഇത് ഏത് രീതിയിലാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്കൊരു 10 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് നോക്കാം, എന്താ? ശരി സാർ, രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മാർട്ടിൻ മേശപ്പുറത്തിരുന്ന് ബെല്ലമർത്തി. അപ്പോൾ പുറത്തു നിന്നും ഒരു കോൺസ്റ്റബിൾ കയറി വന്ന് സല്യൂട്ട് നൽകി. എടോ, ഒരു ചായ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സാർ, ഞാൻ വാങ്ങി വരാം സാർ. എങ്കിലൊരു 3 ചായ സ്ട്രോങ് ആയിക്കോട്ടെ, താനും കുടിച്ചിട്ട് വാ എന്നും പറഞ്ഞ് മാർട്ടിൻ പേഴ്സിൽ നിന്നും പണമെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. ആ കോൺസ്റ്റബിൾ പുറത്തേക്ക് പോയി. ഞാനിതുവരെ ഇവിടെ ആരെയും എൻ്റെ ആവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എനിക്കത് ഇഷ്ടവുമല്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ ചായയുമായി വന്നു. അവർ ചായ വാങ്ങി കുടിച്ചു. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോയിൽ ആദ്യം സഞ്ജുവിനെ നഗ്നനായി കൈകൾ രണ്ടും വിടർത്തി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. കാലുകൾ നിലത്ത് തൊടാതെ, വായിൽ തുണി തിരികെ വച്ചിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കറുത്ത വസ്ത്രമണിഞ്ഞ ഒരാൾ അവിടേക്ക് വന്നു. അയാൾ കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചിരുന്നു. അയാൾ പതിവ് പോലെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി താഴെ വെച്ചു. എന്നിട്ട് അതിൽ നിന്നും പതിവ് പോലെ ഒരു കവർ മുളകുപൊടി, ഒരു കവർ ഉപ്പ്, ഒരു പ്ലെയർ, ഒരു കവർ ബ്ലേഡ് തുടങ്ങിയവ ക്യാമറയിൽ കാണിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അയാൾ അവൻ്റെ നേർക്ക് ചെന്നു. അവൻ്റെ വായിലെ തുണി എടുത്തു മാറ്റി. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനെന്നെ കൊല്ലുന്നു? പറയാം. നീയും നിന്റെ ചത്തുപോയ കൂട്ടുകാരും കൂടി ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത് ഓർമ്മയുണ്ടോ? ഞങ്ങൾ പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലതും ചത്തിട്ടുമുണ്ട്. അതിലേതാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഇപ്പോൾ ഞെട്ടിയത് SP-യും കൂട്ടരുമായിരുന്നു. അവർ പരസ്പരം നോക്കി. എന്നിട്ട് വീണ്ടും മോണിറ്ററിലേക്ക് നോക്കി. അത് കേട്ട് അയാൾ മറുപടി നൽകി. കൊള്ളാം, ചാവാൻ പോകുമ്പോൾ നിന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലേ? വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 5 വർഷം മുമ്പ്, ഒരു അച്ഛൻ്റെ കൺമുന്നിലിട്ട് ഒരു പാവം പെണ്ണിനെ നീയൊക്കെ പിച്ച് ചീന്തിയത് ഓർമ്മയുണ്ടോ? അതും ഇവിടെ വച്ച്. ഇപ്പോൾ അവൻ്റെ മുഖത്ത് ഞെട്ടലും ഭയവും ദൃശ്യമായി. അവൻ പറഞ്ഞു, എന്നെ കൊല്ലരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം.
ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, പ്ലീസ് എന്നെ കൊല്ലരുത്. ആ മനുഷ്യൻ നിസ്സംഗതയോടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തും തരുമോ? തരും. എങ്കിൽ നീയൊക്കെ പിച്ച് ചീന്തിക്കുന്ന പെൺകുട്ടികളുടെ ജീവൻ തിരിച്ചു താ. എങ്കിൽ നിന്നെ വെറുതെ വിടാം. എൻ്റെ മകളുടെ വേണ്ട, മറ്റുള്ള പെൺകുട്ടികളുടെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? അവൻ മിണ്ടാതെ തല താഴ്ത്തി. പറ്റില്ല അല്ലേ? അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെ വെറുതെ വിടും? നിന്നെ വെറുതെ വിട്ടാൽ ആ പെൺകുട്ടികളുടെ ആത്മാവ് എന്നോട് ക്ഷമിക്കുമോ? എൻ്റെ മകൾ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും. കാരണം അവൾക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്തവളാണ്. അതുകൊണ്ട് ഇനി നീ ജീവിക്കാൻ പാടില്ല. പറഞ്ഞു തീർന്നതും സഞ്ജു ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ അവൻ്റെ നെഞ്ചിനും വയറിനും മധ്യേ ശക്തിയായി ഇടിച്ചു. അതോടെ അവൻ്റെ നിലവിളി നിലച്ചു. അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സൂപ്പർ ഗ്ലൂ എടുത്ത് പൊട്ടിച്ചു. എന്നിട്ട് അവൻ്റെ ചുണ്ടുകളിൽ പുരട്ടി ചേർത്തൊട്ടിച്ചു. പിന്നെ അയാൾ തിരിച്ചു നടന്ന് മേശയ്ക്കരികിലെത്തി. എന്നിട്ട് താഴെയിരുന്ന സഞ്ചിയിൽ നിന്നും ഒരു കുപ്പി വെള്ളവും ഒരു പാത്രവും എടുത്തു. ആ പാത്രത്തിൽ മുമ്പ് ചെയ്ത പോലെ മുളകുപൊടി ഉപ്പ് മിശ്രിതം തയ്യാറാക്കി വെച്ചു. എന്നിട്ട് പ്ലെയറും ബ്ലേഡുമായി തിരികെ അവൻ്റെ അരികിലേക്ക് നടന്നു. അയാൾ അവൻ്റെ പിന്നിൽ ചെന്ന് ബ്ലേഡ് കൊണ്ട് മുതുകിൽ ചതുരം വരയ്ക്കുന്നത് പോലെ 3 വശത്തും വരച്ചു. എന്നിട്ട് പ്ലെയർ ഉപയോഗിച്ച് ഒരു കോണിൽ നിന്നും ശക്തിയായി തൊലി താഴേക്ക് വലിച്ചു. മാംസത്തോടുകൂടി തൊലി താഴേക്ക് ഉരിഞ്ഞു വന്നു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ്റെ അമറലും ഞരക്കലും മാത്രം പുറത്തു വന്നു. തുടർന്ന് അയാൾ അവൻ്റെ മുന്നിൽ നിന്ന് അതുപോലെ ആവർത്തിച്ചു. എന്നിട്ട് തിരികെ മേശയ്ക്കരികിൽ വന്നു. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതമെടുത്ത് അവൻ്റെ അരികിൽ ചെന്ന് ആ മുറിവുകളിൽ പുരട്ടാൻ തുടങ്ങി. അവൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. പക്ഷെ അത് കണ്ട എസ്പിക്കും കൂട്ടർക്കും മനം മടിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. രക്തം വാർന്നു തീരുന്നതുവരെ അയാൾ അവൻ്റെ അവസ്ഥ കണ്ട് ആസ്വദിച്ചു. നിശ്ചലമായി കൊണ്ടിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് അയാൾ വീണ്ടും ചെന്നു. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന സൂപ്പർ ഗ്ലൂ എടുത്ത് അവൻ്റെ മൂക്കിൽ പുരട്ടി ചേർത്തൊട്ടിച്ചു. ശ്വാസം കിട്ടാതെയുള്ള അവസാന പിടച്ചിലും അയാൾ ആസ്വദിച്ചു. തുടർന്ന് ക്യാമറയ്ക്ക് സമീപം വന്ന് വീഡിയോ ഓഫാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ മൂവരും ഇരുന്നു. പെട്ടെന്ന് എസ്പിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ കൽക്കി. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ വിളിച്ചതിൻ്റെ കാരണം എനിക്ക് താങ്കളുമായി ഒന്ന് മീറ്റ് ചെയ്യണം. ഇന്ന് വേണ്ട, ഇന്ന് തിങ്കൾ നല്ല ക്ഷീണമുണ്ടാവും. നാളെ കൃത്യം വൈകിട്ട് 7 മണിക്ക് നിങ്ങളുടെ സേനയിലുള്ള എല്ലാവരും ഉണ്ടാകണം. പിന്നെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളും ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ലൈവായി ജനങ്ങൾ കേൾക്കണം, അറിയണം. അതിനുള്ള സംവിധാനം താങ്കൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ നാളെ മറക്കരുത്. കോൾ കട്ടായി. സാർ ആരാ വിളിച്ചേ? ജേക്കബ് ചോദിച്ചു. അയാളാടോ സച്ചിദാനന്ദൻ. നാളെ അയാൾക്ക് നമ്മളോടൊന്ന് മീറ്റ് ചെയ്യണമെന്ന്. മാത്രമല്ല സേനയിലെ എല്ലാവരും ഉണ്ടാവണമെന്നും കൊല്ലപ്പെട്ടവരുടെ പാരൻസും വേണമെന്ന്. അയാൾക്ക് പറയുവാനുള്ളത് ലൈവായി ജനങ്ങൾ അറിയാനുള്ള സൗകര്യം ഒരുക്കണമെന്ന്. സാർ എന്ത് തീരുമാനിച്ചു? ചെയ്തു കൊടുക്കാം. നാളെ കൊണ്ട് ഈ കളി അവസാനിപ്പിക്കണം. നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ പാരൻസിനെ നാളെ കൂട്ടിക്കൊണ്ടു വരണം. ഓക്കെ? ഞാൻ കമ്മീഷണർ സാറിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ട് വരാം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഇത്രയും പറഞ്ഞ് SP മാർട്ടിൻ ലോപ്പസ് എഴുന്നേറ്റു. പിറ്റേന്ന് കൃത്യം 6 മണിക്ക് മാർട്ടിൻ ലോപ്പസിൻ്റെ ഫോണിലേക്ക് അയാൾ വിളിച്ചു ചോദിച്ചു, എന്തായി സാർ കാര്യങ്ങൾ? എല്ലാം സെറ്റാണ്, മാർട്ടിൻ പറഞ്ഞു. കോൾ കട്ടായി. കൃത്യം 7 മണി. SP ഓഫീസിന് പുറത്ത് പോലീസ് നിരന്നു നിൽക്കുന്നു. കൂടാതെ മാധ്യമപ്രവർത്തകരും ആകാംക്ഷയോടെ നിൽക്കുന്നു. അകത്ത് കോൺഫറൻസ് ഹാളിൽ എല്ലാ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിട്ടുണ്ട്. ചാനൽ പ്രവർത്തകർ ക്യാമറകൾ സെറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു. പെട്ടെന്ന് SP മാർട്ടിൻ ലോപ്പസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അദ്ദേഹം അത് അറ്റൻഡ് ചെയ്ത് സ്പീക്കർ മോഡിലിട്ടു. മറുതലയ്ക്കിൽ നിന്നും ശബ്ദം കേട്ടു തുടങ്ങി. ഗുഡ് ഈവനിങ് സാർ, ക്ഷമിക്കണം, എനിക്ക് നേരിട്ട് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ കോൾ ചെയ്യും. പിന്നെ നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്. എന്നെ ട്രേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അവിടെയുള്ള സകല ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടും. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. മറക്കണ്ട. കോള് കട്ടായി. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സകലരും മമ്പരന്നു. അപ്പോൾ തന്നെ SI രാജീവൻ സ്ക്രീനിലൂടെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തു. നിമിഷങ്ങൾക്കകം വീഡിയോ കോൾ വന്നു. എല്ലാവരും സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി. സ്ക്രീനിൽ ഒരു രൂപം തെളിഞ്ഞു. കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചൊരു രൂപം. അയാൾ പറഞ്ഞു തുടങ്ങി, എല്ലാവർക്കും നമസ്കാരം, ഞാൻ കൽക്കി. എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണമെന്നില്ല. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും. എല്ലാവരും നിശബ്ദരായി കേട്ടിരുന്നു. അല്പസമയത്തിന് ശേഷം അയാൾ വീണ്ടും തുടർന്നു. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. അമ്മയില്ലാത്ത 8 വയസ്സുകാരിയെയും കൊണ്ട് ജീവിക്കാൻ നെട്ടോട്ടം ഓടിയൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മകളെ വളർത്തിയതും പഠിപ്പിച്ചതും. എനിക്ക് കടപ്പാടുള്ള ഒരേ ഒരു കുടുംബം അത് SI രാജീവൻ്റെ കുടുംബത്തോട് മാത്രമാണ്. 10 വയസ്സുകാരി മകളെയും കൊണ്ട് ആ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോളെ നോക്കാനും സഹായിക്കാനും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും തിരിഞ്ഞ് രാജീവിനെ നോക്കി. നന്നായി പഠിക്കുമായിരുന്ന എൻ്റെ മകളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത്. അതിനുവേണ്ടി ഞാൻ നന്നായി കഷ്ടപ്പെട്ടു. ഒടുവിൽ അവളുടെ ആഗ്രഹം പോലെ MBBS അഡ്മിഷൻ കിട്ടി ബാംഗ്ലൂരിൽ.
അഡ്മിഷന് വേണ്ടി എല്ലാം ശരിയാക്കിയത് SI രാജീവനായിരുന്നു. നന്ദിയുണ്ട് രാജീവ, ഒരുപാട് നന്ദി. വീണ്ടും എല്ലാവരും തിരിഞ്ഞ് SI രാജീവനെ നോക്കി. കൂടെ ക്യാമറ കണ്ണുകളും. രാജീവൻ നിസ്സംഗതയോടെ തല താഴ്ത്തി നിന്ന് കണ്ണുകൾ തുടച്ചു. അയാൾ വീണ്ടും തുടർന്നു. 2ാം വർഷം എക്സാം കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് സന്തോഷത്തോടെ വന്ന മകളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. വഴിയിൽ വെച്ചൊരു വണ്ടിയുമായി ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും മോളും ബൈക്കിൽ നിന്ന് വീണു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ആ വണ്ടി നിർത്താതെ പോയി. വീണ്ടും ഞാനും മോളും ബൈക്കിൽ യാത്ര തുടർന്നു. വഴിയിൽ വെച്ച ആ വണ്ടി ഞാൻ കണ്ടു. എന്നാൽ ഇറങ്ങി ചോദിക്കാൻ മകൾ സമ്മതിച്ചില്ല. അടുത്തെത്തിയപ്പോൾ 3 പേർ വണ്ടിക്ക് പുറത്തുനിന്ന് മദ്യപിക്കുകയാണ്. അവർ മകളെ നോക്കി എന്തോ പറഞ്ഞു. തൊട്ടു പിന്നാലെ അവർ നമ്മളെ പിന്തുടരാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവർ വണ്ടി കൊണ്ട് വീണ്ടും ബൈക്കിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഞാനും മോളും റോഡിലേക്ക് വീണു. എന്നെയും മകളെയും അവർ വണ്ടിയിൽ കയറ്റി ഒരു റബ്ബർ തോട്ടത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. അയാൾ അല്പനേരം സംസാരിക്കാനാവാതെ കുനിഞ്ഞിരുന്ന് വിതുമ്പിക്കരഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു അയാളുടെ വാക്കുകൾക്കായി. വിതുമ്പലോടെ അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. റോഡിൽ വീണപ്പോൾ തന്നെ എൻ്റെ മോളുടെ ബോധം പോയിരുന്നു. എന്നെ അവർ അവിടെ ഒരു തൂണിൽ കെട്ടിയിട്ടു. എന്നിട്ട് എൻ്റെ കൺമുന്നിലിട്ട് എൻ്റെ മകളെ അവർ മാറി മാറി പീഡിപ്പിച്ചു. ഒരച്ഛൻ കാണാൻ പാടില്ലാത്തത് അവരെന്നെ കാണിച്ചു. കാണാതിരിക്കാൻ ഞാൻ കണ്ണുകളടച്ചപ്പോൾ അതിലൊരുവൻ എൻ്റെ കൺപോളകളിൽ ഈർക്കിൽ വെച്ചു, കണ്ണടയ്ക്കാതിരിക്കാൻ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും തുടർന്നു. ഞാൻ കരഞ്ഞപേക്ഷിച്ചു, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന്. കേട്ടില്ല അവർ. മദ്യപിച്ച് മതോന്മത്തരായ അവർ എൻ്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവളുടെ മാരടങ്ങൾ പേപ്പട്ടിയെ പോലെ കടിച്ചു പറിച്ചു. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തിയിറക്കി. ഒടുവിൽ അബോധാവസ്ഥയിലായി എന്നെയും ക്രൂരമായി കൊന്ന എൻ്റെ കുഞ്ഞിനെയും അവർ വഴിയരികിൽ ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ മരിച്ചില്ല. ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നു അവരോട് പ്രതികാരം ചെയ്യാൻ. അയാൾ കിതപ്പോടെ പറഞ്ഞു നിർത്തി. ഇതെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ തല താഴ്ത്തി. കൂട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളും. അയാൾ വീണ്ടും തുടർന്നു. എല്ലാവരെയും പോലെ ഞാനും പോലീസിന് പരാതി കൊടുത്തു. ആദ്യത്തെ കുറച്ച് പ്രഹസനം മാത്രം. പിന്നെ എല്ലാവരും കൂടി എന്നെ ഭ്രാന്തനെന്ന മുദ്രകുത്തി ഒരു ഭ്രാന്താശുപത്രിയിലാക്കി. അവിടെയും ദൈവം എൻ്റെ ഒപ്പമായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ജേക്കബ് പുന്നൂസ്, അന്ന് താങ്കൾ ആത്മാർത്ഥമായി കേസന്വേഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു കൊലപാതകയാവില്ലായിരുന്നു. നിങ്ങൾക്കുമുണ്ടല്ലോ ഒരു മകൾ. എൻ്റെ മകളെ നിങ്ങളുടെ മകളുടെ സ്ഥാനത്ത് കണ്ടിരുന്നെങ്കിൽ. അയാളത് വിഷമത്തോടെ പറഞ്ഞു നിർത്തി. അത് കേട്ട് എല്ലാവരും CI ജേക്കബ് പുന്നൂസിനെ നോക്കി. അയാൾ ഒരു കുറ്റവാളിയെപ്പോലെ തല താഴ്ത്തി. അതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചു, അതിനിത്രയും ക്രൂരമായി കൊല്ലണമായിരുന്നോ? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ? വെറുതെ വിടണമായിരുന്നോ? എൻ്റെ മകൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി വേദന അവർ അനുഭവിക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്കളുടെ മകൾക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ ആണ് ഈ ഗതി വരുന്നതെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സിലെങ്കിലും തോന്നില്ലേ അവരെ കയ്യിൽ കിട്ടിയാൽ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന്? അത് കേട്ട് ചോദിച്ച ഉദ്യോഗസ്ഥൻ തല താഴ്ത്തിയിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ കൊന്നവരുടെ മാതാപിതാക്കളോടാണ്. അവരോട് മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാ മാതാപിതാക്കളോടും കൂടിയാണ്. നിങ്ങൾ പണമുണ്ടാക്കി വലിയ ആളാകാൻ നോക്കുമ്പോൾ, മക്കൾക്ക് സ്നേഹത്തിന് പകരം പണം നൽകുമ്പോൾ ആ മക്കൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ നേർവഴിയിലാണോ എന്നുകൂടി അന്വേഷിക്കണം. പിന്നെ നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്, അതിലേറെ ദേഷ്യവും. ആർക്കുമൊന്നും ചോദിക്കാനില്ലേ? അയാൾ ചോദിച്ചു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്കൊരു കൊലയാളിയാവാതെ നിയമത്തിൻ്റെ വഴിയിൽ പോകാമായിരുന്നില്ലേ? എന്ത് നിയമം സുഹൃത്തേ? പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരനൊരു നിയമം. അതല്ലേ ഇവിടുത്തെ നിയമവ്യവസ്ഥ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇതുപോലെ കൊല്ലപ്പെട്ടാൽ അത് അന്വേഷിക്കാൻ ഏതെങ്കിലും പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ നിങ്ങൾ മാധ്യമപ്രവർത്തകരോ ഊർജം കണ്ടെത്താറുണ്ടോ? നിങ്ങൾക്കൊരാഴ്ചത്തേക്കൊരു വാർത്ത, പിന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. കോടതിയിൽ ചെന്നാലോ അവിടെയും പാവപ്പെട്ടവന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അഥവാ അവന് മരണശിക്ഷ നൽകിയാലോ പിന്നെ കുറേ മനുഷ്യാവകാശകർ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും, മരണശിക്ഷ റദ്ദാക്കണമെന്ന് പറഞ്ഞ്. അവർ ചിന്തിക്കണം, ഈ കൊല്ലപ്പെട്ട ഓരോ പെൺകുട്ടികളും മനുഷ്യരാണെന്ന്. അവർക്കും അമ്മയും അച്ഛനും സഹോദരങ്ങളും ഉണ്ടെന്ന്. അപ്പോഴാണ് SI രാജീവൻ്റെ ഫോണിലേക്ക് സൈബർ വിങ്ങിലെ പ്രകാശിൻ്റെ മെസ്സേജ് വന്നത്. ലൊക്കേഷൻ കണ്ടുപിടിച്ചു, ട്രാവലിംഗ് ആണെന്ന്. അപ്പോൾ തന്നെ രാജീവൻ CI ജേക്കബ് പുന്നൂസിനെ ഫോർവേഡ് ചെയ്തു. CI അത് SP-യെ കാണിച്ചു. CI പ്രകാശിനോട് ട്രേസ് ചെയ്യാൻ മെസ്സേജ് ചെയ്തു. അയാൾ വീണ്ടും തുടർന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തോടാണ്, ഓരോ പോലീസുകാരോടും കൂടിയാണ്. ഓരോ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഓരോ പോലീസുകാരും ചിന്തിക്കണം, അതെൻ്റെ പെങ്ങളാണ് അല്ലെങ്കിൽ മകളാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും കുറ്റവാളിയെ പിടികൂടാമെന്ന്. പിന്നെ കുറ്റവാളികളെ ജയിലിലടച്ച് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തിന്നുകൊഴുത്ത് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അവർ കുറ്റകൃത്യം തന്നെ ചെയ്യും, ഈ പറയുന്ന ഞാനുൾപ്പെടെ. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമം തോൽക്കുന്നിടത്ത്
എന്നെപ്പോലുള്ളവർ വരണം കൽക്കി അവതാരമായിട്ട്. എനിക്കറിയാം പോലീസ് ഇപ്പോൾ എന്നെ ട്രേസ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ നിങ്ങൾക്കെന്നെ പിടികൂടാൻ കഴിയില്ല. പെട്ടെന്ന് വീഡിയോ കോൾ കട്ടായി. അപ്പോഴേക്കും പ്രകാശിൻ്റെ അടുത്ത മെസ്സേജ് വന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. നിമിഷങ്ങൾക്കകം എസ്.പിയുടെ ഫോൺ ശബ്ദിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ മോഡിലിട്ടു. മറുതലക്കിൽ നിന്നും ഞാൻ കൽക്കി അഥവാ സച്ചിദാനന്ദൻ. ക്ഷമിക്കണം സാർ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. കാരണം നിരാലംബരായ മാതാപിതാക്കളുടെ പെൺമക്കൾ ഇനിയും പീഡിപ്പിക്കപ്പെട്ടാൽ ഞാൻ വരും ക്രൂരമായി കൊല്ലാൻ. അതുവരെ വെയിറ്റ് ആൻഡ് സീ. കോൾ കട്ടായി. എല്ലാവരും അമ്പരന്ന് പോയി. കൽക്കിയുടെ കൊലപാതക പരമ്പര തുടരുമോ? കാത്തിരിക്കാം. ഒരു ചെറിയ കഥയാണെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണെന്നുള്ളത് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു ലോങ് സ്റ്റോറി റെഡിയായിട്ട് വരികയാണ്. ഉടനെ തന്നെ വരും. കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ.